ചവറപ്പന്തൽ മകളിൽ വന്നേ കല്ലപ്പത്തിരി കുടങ്ങുന്നേ ഇതോ ദയവ് ചെയ്ത് ആരിഫ് ഹുസൈനെ ഇനി ആരും സ്വതന്ത്ര ചിന്തകൻ, യുക്തിവാദി എന്ന് വിളിച്ചു പോകരുത്. കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലും അദ്ദേഹത്തിന്റെ സംസാരങ്ങളും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റമദാനെ കുറിച്ച് അദ്ദേഹം ഇറക്കിയിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ട നിങ്ങൾക്ക് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകും അദ്ദേഹം സ്വതന്ത്ര ചിന്തകനല്ല. അദ്ദേഹം ഇസ്ലാം വിരോധി എന്ന ലേബലിൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് മുദ്ര കുത്താൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹത്തെ വിളിക്കാൻ നമുക്ക് കഴിയുള്ളൂ. പലരും അദ്ദേഹത്തെ യുക്തിവാദി, സ്വതന്ത്ര ചിന്തകൻ, എത്തിയസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു വില കളയുന്നുണ്ട്. അപ്പോ ഇനി മുതലെങ്കിലും ആരിഫ് ഹുസൈനെ നമ്മൾ വിളിക്കേണ്ടത് ഇസ്ലാം വിരോധി എന്ന് മാത്രമാണ്. നോക്കൂ, എത്ര മോശമായിട്ടാണ് പരിശുദ്ധ റമദാൻ അദ്ദേഹം മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. ഒരു റമദാൻ എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളല്ലാത്തവർ പോലും റമദാനിൽ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? സഹോദര സ്നേഹം കൊണ്ട്. അത് മാത്രമല്ല, വ്രതം എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു മനുഷ്യന് നൽകുന്നത് വലിയ ഊർജമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ റമദാനിൽ അമുസ്ലിങ്ങളായിട്ടുള്ള സഹോദര സമുദായത്തിലെ ആളുകൾ പോലും വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഇത്ര മോശമായി, കണ്ടാൽ അറുപ്പുളവാക്കുന്ന രീതിയിലാണ് ആരിഫ് ഹുസൈൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിന്റെ ബാക്കിയൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, അതിന്റെ ഒരു തുടക്ക ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആരിഫ് ഹുസൈന്റെ ഏത് വീഡിയോസ് കണ്ടാലും കോയ ഇങ്ങനെ പറഞ്ഞു, താത്ത ഇങ്ങനെ പറഞ്ഞു, മലപ്പുറം താത്ത, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ഗസയിൽ ഇതാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഗസയുടെ വളരെ മോശമാക്കപ്പെട്ട ചിത്രീകരണങ്ങൾ, ഇസ്ലാമിന്റെ ഓരോ ഭാഗങ്ങളെടുത്ത് വിമർശിക്കുക. 99% അദ്ദേഹത്തിന്റെ വീഡിയോസും ഇസ്ലാമിനെതിരെയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഒരിക്കലും അദ്ദേഹത്തെ സ്വതന്ത്ര ചിന്തകൻ എന്ന് വിളിക്കുന്നത്. സ്വതന്ത്ര ചിന്തകൻ, യുക്തിവാദി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മതങ്ങളെയും, മതങ്ങൾ ഇല്ല എന്ന് വാദിക്കുന്നവരും എല്ലാ മതങ്ങളിലെ മോശമായ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് അതിനെ നിഷേധിക്കുകയും അതിനെതിരെ തെളിവുകൾ നിരത്തുകയും ചെയ്യുന്ന ആളാണ്. അല്ലാതെ ഒരു മതത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ആരിഫ് ഹുസൈനോട് പറയാനുള്ളത്, നീ ഇതുവരെ ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മാത്രമേ അത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. നീയും കുറച്ച് ആളുകളും ഉണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാന്. അപ്പോ അതല്ലാതെ ഓരോ വീഡിയോസ് ചെയ്യും തോറും വളരെ മോശമായി ഓരോ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ഓരോ മൂല്യങ്ങൾക്കെതിരെ തിരിയുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഇസ്ലാമിൽ ഇല്ലാത്ത സഹോദര സമുദായങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന് തന്നെയുള്ളൂ. ഈ ആനക്ക് മതമിളകിയാൽ ചെങ്ങലക്കിട, പക്ഷെ ചെങ്ങലക്ക് മതമിളകിയാലോ